മക്കളോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് തജ്വീദിലെ 10ാമത്തെ പാഠം ജംഉൽ ഖുർആൻ എന്ന പാഠത്തിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഹാൾഫ് ഇയർ എക്സാമിൻ്റെ ആൻസർ ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അടിപൊളിയായില്ലേ? എങ്ങനെയുണ്ട്? മാർക്കൊക്കെ ഉഷാറായില്ലേ? നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് തജ്വീദിലെ 10ാമത്തെ പാഠത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ പ്രത്യേക ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജംഉൽ ഖുർആൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ, ഇൻഷാ അല്ലാഹ് ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യമായി നമുക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിസ്കസ് ചെയ്യാം. നോക്കൂ നിങ്ങൾ, നബിയുടെ പ്രധാന എഴുത്തുകാരൻ ആരാണ്? നബി നമ്മുടെ പ്രധാന എഴുത്തുകാരൻ ആരാ? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഓക്കെ, ഉത്തരം എഴുതാം. ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? എത്ര വർഷം കൊണ്ടാ? 23 വർഷം കൊണ്ടാണ് അല്ലേ. ഖുർആൻ പകർത്തി എഴുതിപ്പിച്ചു ആർ അല്ലേ. ഖുർആൻ പകർത്തി എഴുതിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ. ഖുർആൻ പകർത്തി എഴുതിപ്പിച്ച് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, പൂരിപ്പിക്കാം. ഖുർആൻ പഠിച്ചത് മറന്നുപോൽ വലിയ തെറ്റാണ്. ഖുർആൻ പഠിച്ചത് മറന്നുപോൽ വലിയ തെറ്റാണ്. ഓക്കെ, 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ശരി അടയാളപ്പെടുത്താം. അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയതാണ്, അത് ഖുർആൻ പകർത്തി എഴുതിപ്പിച്ചാണ്. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. 2021 ക്വസ്റ്റ്യൻ പേപ്പർ, ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിൻ്റെ പേര് പറയും. എന്താ പറയാ? സുജൂദ് തിലാവയാണ്. ജംഉൽ ഖുർആൻ, സിഫത്തുൽ വഖഫ് ഖുർആൻ. എന്താ പറയാ? ജംഉൽ ഖുർആൻ അല്ലേ. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയതിന് എന്താ പറയാ? ജംഉൽ ഖുർആൻ. ശരി അടയാളപ്പെടുത്താം. ഖുർആൻ പല കോപ്പികളായി പകർത്തി എഴുതിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് പൂരിപ്പിച്ച് എഴുതാം. അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക അല്ലെ, പ്രകാശിപ്പിക്കണമേ ബസ്വരി എൻ്റെ കണ്ണിനെ അല്ലേ, എൻ്റെ ഉൾക്കാഴ്ചയെ. വാതിലിക് ബിഹി ലിസാനി വഷ്റഹ് ബിഹി സോദിരി. ഓക്കെ, യോജിപ്പിക്കാം. നബിയുടെ പ്രധാന എഴുത്തുകാരൻ ഇതിൽ ആരാണ്? സക്കത്തെയാണ്, ഹംസത്തുൽ ഖത്താറാണ്, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉത്തരം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വളരെ സിമ്പിൾ അല്ലേ. 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ശരി അടയാളപ്പെടുത്താം. നബിയുടെ പ്രധാന എഴുത്തുകാരൻ ആരാണ്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പൂർത്തിയാക്കാം. കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഇലിൻ വനിയതി ബിഹി അഷ്തഫി മിൻ കുല്ലി ദാഇം വനൂറുഹു ദലീലുൽ ലിഖൽബി ഇൻദ ജഹ്ലി വഖൈറതി അല്ലേ. അടുത്ത നോക്കുകയാണെങ്കിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പർ, കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഅഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഇലിൻ വനിയതി. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണങ്ങൾ കൂഫ, ബസറ, ഷാം, മക്ക അല്ലേ. 2024 ക്വസ്റ്റ്യൻ പേപ്പർ, നബിയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു പറയൂ? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ജസാക്കല്ലാഹു ഖൈറൻ ദായിമ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.